ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൈ കുക്കിംഗ് സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് വീണ്ടും നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എഗ് ഫിംഗേഴ്സാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു എഗ് ഫിംഗേഴ്സ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് മുട്ടയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 മുട്ട വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുട്ട എണ്ണം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. പക്ഷെ ഒരു 4 എണ്ണം എടുത്താൽ തന്നെ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി കിട്ടും. ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അടുത്ത് നമുക്കിനി നമ്മുടെ ഈ മുട്ട ഒന്ന് സ്റ്റീം ചെയ്തിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പ്ലേറ്റ് എടുക്കാം കേട്ടോ. നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ മുട്ടയുടെ ഈ ഒരു മിക്സ്ചർ നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു കുറച്ച് വൈഡായിട്ടുള്ളൊരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഈ ഒരു മുട്ടയുടെ ഈ മിക്സ്ചർ ഒഴിച്ച് പാത്രം വെച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് അടച്ചു കൊടുക്കാം. അതുപോലെ ഈ വലിയൊരു പാത്രം അതും അടച്ചു കൊടുക്കാം. എങ്ങനെയാണ് നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുന്നത്? ഇതൊരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാവും. അപ്പോൾ ഇത് ഓവർ കുക്ക് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മളിത് കുറച്ചുകൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഓവർ കുക്ക് ആയാലും നമുക്കിത് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അതുപോലെ കുക്ക് ആയിട്ടില്ലെങ്കിലും നമുക്കിത് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒരു 10 മിനിറ്റ് ശേഷം ഞാൻ നോക്കിയപ്പോൾ ഇത് കറക്റ്റായിട്ട് കുക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. സൈഡൊക്കെ ഇതുപോലെ ഒന്ന് കത്തി കൊണ്ട് ഒന്ന് ചെയ്ത് കൊടുത്താൽ ഇത് കറക്റ്റായിട്ട് നമുക്കിത് വിട്ടുവരും. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ ഞാനിതുപോലെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്യാം. അപ്പോൾ ഈ നേരത്തെ കട്ട് ചെയ്തത് ഒന്നും കൂടി ഞാൻ ഹാഫ് ആക്കുന്നുണ്ട്. അപ്പം ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടി ഒരു ചെറിയ പീസാക്കിയത്. ഇനി നമുക്കിതിന് വേണ്ടി ഒരു കോട്ടിങ് റെഡിയാക്കണം. അപ്പോൾ അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും അതുപോലെ 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ കുറച്ച് ഒറിഗാനോ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഇറ്റാലിയൻ സീസണിങ്ങോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു ഫ്ലേവറുള്ള എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ഇടാം. എന്നിട്ട് ഈ ഒരു പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച മുട്ട ആദ്യം ഈ ഒരു ബാറ്ററിലും നമ്മുടെ മൈദയും കോൺഫ്ലവറും ഉള്ള ഈ ഒരു ബാറ്ററില്ല അതിലും, പിന്നെ ഞാനൊരു മുട്ട ഉപ്പ് മാത്രം ഇട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലും ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നല്ല ക്രഞ്ചി ആയിട്ടിരിക്കും ഈ ഒരു എഗ് ഫിംഗേഴ്സ്. അതേപോലെ ഉള്ളിലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഞാൻ എല്ലാം ഇതുപോലെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം.
എല്ലാവരും ഈ ഒരു എഗ് ഫിംഗേഴ്സ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ എന്നോട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്